അടുത്ത എൻ്റെ ഒരു ഒബ്സർവേഷൻ സാറിൻ്റെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ചിട്ടാണ്. ഒരു ഓഫീസർ ഇപ്പോൾ സാർ ഒരുപാട് ക്രിറ്റിസിസം ഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആവുന്നതുകൊണ്ടും ഈ രസകരമായി തോന്നിയ മറ്റു കാര്യങ്ങൾ തേരെ മേരെ ബീച്ച് മേ കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്തുള്ള ഇപ്പൊ തേരെ മേരെ ബീച്ച് മേ എന്ന് പറയുമ്പോൾ ബീച്ച് ഓപ്പറേഷൻ വേർഡ് പ്ലേ, ഓപ്പറേഷൻ സുലൈമാനി, ഓപ്പറേഷൻ സവാരി ഗിരിഗിരി. അപ്പോൾ ഇങ്ങനത്തെ പേരുകളൊക്കെ ഇട്ട് ഒരു പ്രോഗ്രാംസ് അനൗൺസ് ചെയ്യുമ്പോൾ പണ്ട് നമ്മൾ സാധാരണ കാണുന്ന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മുന്നേ പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുക. ഇത് സിനിമയിൽ നിന്നും ഹെവിലി ഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾക്കാർ തേരെ പേരെ ബീച്ച് മേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. അതേപോലെ ഇഷ്ടമുള്ള ഒരു പേരായിരുന്നു അത്. കാരണം ഒന്ന് ബീച്ച് എന്നുള്ള വാക്കിന്റെ ഒരു പ്ലേ ഉണ്ടല്ലോ. എക്സാക്ട്ലി. കേൾക്കുമ്പോൾ തന്നെ ആദ്യം തേരെ മേരെ ബീച്ച് മേ എന്ന് പറയുന്നതും ഈവൻ കുളം വൃത്തിയാക്കിയ ബിരിയാണി തരാം എന്നൊക്കെ പറയുന്ന കുളം വൃത്തിയാക്കിയാണ്, കുളം തോണ്ടാനാണ് വിളിക്കുന്നത്, കുളം തോണ്ടിയ ബിരിയാണി തരാം. അപ്പൊ ഇത്തരത്തിലുള്ള ഗവർണൻസ് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ സാധാരണ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബ്രേക്കിംഗ് ഓഫ് സാധാരണ ഒരു കൺവെൻഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പ്രൊജക്ടുകൾ പണ്ടും ഉണ്ടെങ്കിലും ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ ക്രിയേറ്റീവ്ലി അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ജനസിസ് എങ്ങനെയാണ്?